ഒരു നോർമൽ ഫുട്ബോൾ പ്ലെയറിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കരിയർ. പക്ഷേ ഇത്രയുമൊക്കെ അച്ചീവ് ചെയ്തിട്ടും ഇത്രയുമൊക്കെ ജയിച്ചിട്ടും നെയ്മാർ തൻ്റെ ശരിക്കുമുള്ള പൊട്ടൻഷ്യലിലേക്ക് എത്തിയോ? ഡിഡ് നെയ്മാർ ഫെയിൽ? നെയ്മാർ ഒരു ടാലന്റഡ് ഫുട്ബോളർ മാത്രമായിരുന്നില്ല, ഒരു ജനറേഷണൽ എൻ്റർടൈനർ കൂടിയായിരുന്നു. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഫുട്ബോളർ. ഒരു സെക്കൻഡിൽ ബ്രില്യൻറ്റും അടുത്ത സെക്കൻഡിൽ തന്നെ ബാഡും ആവണ നെയ്മാറിൻ്റെ കരിയറാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോണത്. ആൻഡ് ഇത് വാച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ്. ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് സൗത്ത് അമേരിക്കയിലായിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ ബ്രസീൽ. പെലേനെയും ആർ9നെയും റൊണാൾഡീനിയോനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ബ്രസീലിൻ്റെ അടുത്ത ഫുട്ബോളിംഗ് ഗ്രേറ്റ് ആയിരുന്നു നെയ്മാർ. ഇപ്പോൾ നമ്മളെല്ലാവരും 17 വയസ്സായ ലമീൻ യമാലിൻ്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടിയിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലമീൻ യമാലിൻ്റെ ഫുട്ബോളിംഗ് ഹീറോ നെയ്മാർ ആയിരുന്നു. ആൻഡ് ഇതേ നെയ്മാറിന് 17 വയസ്സായ കാലത്ത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ മാത്രമല്ല ഫുൾ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ തന്നെ അറ്റൻഷൻ നെയ്മാർ ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 തന്നെ നെയ്മാറിന് യൂറോപ്പിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതാണ്. ചെൽസി നെയ്മാറിനെ സൈൻ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ നെയ്മാർ പോയില്ല. അധികം വൈകാതെ തന്നെ നെയ്മാർ ബ്രസീലിന് വേണ്ടി തൻ്റെ ഫസ്റ്റ് മാച്ച് കളിക്കും. ആൻഡ് ആ ഫസ്റ്റ് മാച്ചിൽ തന്നെ ബ്രസീലിന് വേണ്ടി തൻ്റെ ഏറ്റവും ഫസ്റ്റ് ഗോളും സ്കോർ ചെയ്യും. 2011 ആകുമ്പോൾ 19 വയസ്സ് പ്രായമുള്ള ഒരു ടാലന്റഡ് യങ്സ്റ്ററിൽ നിന്ന് നെയ്മാർ ഒരു ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ ആവും. സാന്റോസും ഫ്ലമെങ്കോമായിട്ടുള്ള മാച്ചിൽ ഒരു വേൾഡ് ക്ലാസ് സോളോ ഗോള് നെയ്മാർ സ്കോർ ചെയ്യും. ആൻഡ് ഈ ഗോള് കാരണം 2011 പുസ്കസ് അവാർഡ് നെയ്മാർ ജയിക്കും. ഇതിൻ്റെ ഒപ്പം സൗത്ത് അമേരിക്കൻ പ്ലെയർ ഓഫ് ദി ഇയറും. ആ വർഷം തന്നെ നെയ്മാർ സാന്റോസിൻ്റെ ഒപ്പം ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കും. ആൻഡ് ഈ കോമ്പറ്റീഷനിലാണ് നെയ്മാർ ആദ്യമായിട്ട് ബാർസലോണയെ ഫേസ് ചെയ്യണത്. ഈ മാച്ചിന് മുമ്പ് തന്നെ ബാർസലോണ നെയ്മാറിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഈ മാച്ച് കഴിയുമ്പോൾ നെയ്മാർ ബാർസലോണയുടെ നമ്പർ 1 ടാർഗറ്റ് ആവും. 2012 സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ജയിച്ച നെയ്മാർ ആ സീസൺ കഴിയുമ്പോൾ സൗത്ത് അമേരിക്കനോടും സാന്റോസിനോടും ഗുഡ് ബൈ പറയും. സാന്റോസിൽ കളിച്ച 5 വർഷത്തിൽ നെയ്മാർ 136 ഗോൾസാണ് സ്കോർ ചെയ്യണത്. ഈ ടൈം ഫ്രെയിമിൽ ക്ലബിൻ്റെ ഒപ്പം 6 ട്രോഫീസും കുറേ ഇൻഡിവിജ്വൽ അവാർഡ്സും നെയ്മാർ ജയിക്കും. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ യൂറോപ്പ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സ്പെയിനിലെ കറ്റലോണിയ ആൻഡ് കറ്റലോണിയയിലെ ബാർസലോണ. 57 മില്യൺ കൊടുത്താണ് ബാർസ നെയ്മാറിനെ സൈൻ ചെയ്തത്. പക്ഷേ യൂറോപ്പിൽ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നെയ്മാറിൻ്റെ ഏജും കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്തു നെയ്മാറിന് ഈ ബാർസ ടീമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ നല്ല ടൈം എടുക്കുമെന്ന്. വെൽ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടുള്ള സൂപ്പർ കോപ്പയിലായിരുന്നു നെയ്മാറിന്റെ ഏറ്റവും ഫസ്റ്റ് ഗോള്. ആൻഡ് സീസണിന്റെ സ്റ്റാർട്ടിങ് തന്നെ ബാർസ സൂപ്പർ കോപ്പ ചാമ്പ്യൻസ് ആയി. ആ സീസണിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് എൽ ക്ലാസിക്കോയില് നെയ്മാർ ഗോളും സ്കോർ ചെയ്യും, അസിസ്റ്റും ചെയ്യും. ആൻഡ് ബാർസ 2-1 ജയിക്കുകയും ചെയ്യും. സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 മാഡ്രിഡ് ടീംസിനെയും ബാർസയും നെയ്മാറും ബീറ്റ് ചെയ്തെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഹാഫ് മാഡ്രിഡ് ടീംസ് തന്നെയായിരുന്നു. സിമിയോണിയും അത്ലറ്റിക്കോ മാഡ്രിഡും ബാർസേനെ ബീറ്റ് ചെയ്ത് ലാലിഗ ചാമ്പ്യൻസ് ആയി. ആൻഡ് കോപ്പ ഡെൽ റേ ഫൈനലിൽ റയല് ബാർസേനെ ബീറ്റ് ചെയ്തു. ആൻഡ് ആ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലും ഈ 2 ടീംസും തമ്മിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ജയിച്ച സൂപ്പർ കോപ്പ അല്ലാതെ ആ സീസൺ നെയ്മാറും ബാർസയും ഒരു ട്രോഫി പോലും ജയിക്കില്ല. തൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഇംപ്രസീവ് ആയിരുന്നെങ്കിലും സീസണിൽ ബാർസ ട്രോഫീസ് ഒന്നും ജയിക്കാതെ കൊണ്ട് നെയ്മാറിനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. നെയ്മാറിന്റെ യൂറോപ്പിലെ ഫസ്റ്റ് സീസണിൽ പുള്ളിയുടെ പെർഫോമൻസും പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും മീഡിയ ഭയങ്കരമായിട്ട് ഓവർ അനലൈസ് ചെയ്തു. തൻ്റെ പിച്ചിലെയും പുറത്തെയും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും അവർ ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആക്കുമായിരുന്നു. നെയ്മാറിന് 21 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നൊരു കൺസിഡറേഷൻ പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നെയ്മാറിന് ബാർസയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒരു ബ്രേക്ക് വേണമായിരുന്നു. ആൻഡ് താങ്ക്ഫുള്ളി ആ ബ്രേക്ക് വന്നു. 2014 വേൾഡ് കപ്പ്, അതും തൻ്റെ സ്വന്തം രാജ്യമായ ബ്രസീലിൽ തന്നെ. ഒരു രാജ്യത്തിൻ്റെ ഫുൾ ഹോപ്പും നെയ്മാറിൻ്റെ ഷോൾഡേഴ്സിലായിരുന്നു. ഇത്ര ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമ്പോൾ നെയ്മാറിന് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ നെയ്മാറിന് തൻ്റെ കഴിവിൽ ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നെയ്മാർ ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസും ചെയ്തു. വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ചിൽ
ക്രൊവേഷ്യയായിട്ട് 2 ഗോള്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ക്യാമറൂണായിട്ട് വേറെ 2 ഗോൾസ്. റൗണ്ട് ഓഫ് 16 ബ്രസീൽ ഫേസ് ചെയ്ത് ചിലീനെയാണ്. ആൻഡ് എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റീസിലേക്ക് പോയ ഈ കളിയിൽ ബ്രസീലിന് വേണ്ടി വിന്നിംഗ് പെനാൽറ്റി സ്കോർ ചെയ്യണത് നെയ്മാർ ആയിരിക്കും. ഇനി ക്വാർട്ടർ ഫൈനൽസ്. ബ്രസീൽ കൊളംബിയനെ ബീറ്റ് ചെയ്ത് സെമി ഫൈനൽസിലേക്ക് അഡ്വാൻസ് ചെയ്യും. പക്ഷേ നെയ്മാറിന് ഈ ടൂർണമെന്റിലെ ഏറ്റവും ലാസ്റ്റ് മാച്ച് ആയിരുന്നു ഇത്. കാരണം കളിയുടെ 88ാമത്തെ മിനിറ്റ് ആയപ്പോൾ നെയ്മാർ ഇൻജോർഡ് ആവും. നെയ്മാർ ഇല്ലാണ്ട് ജർമ്മനിനെ ഫേസ് ചെയ്ത ബ്രസീൽ ആ മാച്ച് തോക്കും. ആ മാച്ച് ബ്രസീൽ തോറ്റു എന്ന് പറയുമ്പോൾ അതൊരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്. ശരിക്കും ആ മാച്ചിൽ സ്വന്തം ഫാൻസിന് മുമ്പിൽ ബ്രസീൽ ഹ്യൂമിലിയേറ്റഡ് ആയി 7-1. ആൻഡ് ഈ ഗെയിം പേഴ്സണലി ഞാൻ കണ്ടേക്കണ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗെയിംസ് ആണ്. വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ബാർസ ലൂയിസ് എൻറിക്കേനെ അവരുടെ പുതിയ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തു. മെസ്സിനെ റൈറ്റിലും നെയ്മാറിനെ ലെഫ്റ്റിലും കളിപ്പിച്ച് ഒരു പുതിയ സ്ട്രൈക്കറിനെ മേടിക്കാനായിരുന്നു എൻറിക്കയുടെയും ബാർസലോണയുടെയും പ്ലാൻസ്. ആൻഡ് ഈ പുതിയ സ്ട്രൈക്കറിനെ തപ്പി അവരെത്തിയത് ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ്. ഇഞ്ചുറി കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ബാർസയുടെ ഫസ്റ്റ് ടീമായിട്ട് നെയ്മാറിനെ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇതുപോലെ തന്നെ സ്വാറേസും ബാർസയുടെ ഫസ്റ്റ് ടീമായിട്ട് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്തില്ല. അതിന്റെ കാരണം സസ്പെൻഷൻ ആയിരുന്നു, കിയലീനിനെ കടിച്ചതിന്. പക്ഷേ ഇവർ രണ്ടുപേരും ഫൈനലി ബാർസയുടെ ഫസ്റ്റ് ടീമിലേക്ക് റിട്ടേൺ ചെയ്ത് മെസ്സിന്റെ ഒപ്പം കമ്പൈൻ ചെയ്തപ്പോൾ എന്തോ സംഭവിച്ചു, എന്തോ ക്ലിക്കായി. ആൻഡ് ഇവിടെ നിന്നായിരുന്നു ആർഗ്യുബിളി ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ത്രീ ഫോം ആയത്, ദ MSN. മെസ്സിയുടെ ഡ്രിബ്ലിങ്ങും വിഷനും, നെയ്മറിന്റെ സ്കിൽസ് ആൻഡ് സ്വാറേസിന്റെ ഫിനിഷിങ്ങും, ഈ ക്വാളിറ്റീസ് കാരണം MSN അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. ആ സീസൺ റയൽ മാഡ്രിഡ് ബാർസനെ ക്ലോസ് ആയിട്ട് ചേസ് ചെയ്തെങ്കിലും ബാർസ അവരെയൊക്കെ ബീറ്റ് ചെയ്ത് ലാലിഗ ജയിക്കും. കോപ്പ ഡെൽ റേ ഫൈനലിൽ മെസ്സിയും നെയ്മാറും ഗോൾസ് സ്കോർ ചെയ്ത് ബാർസ അത്ലറ്റിക്കോ ബിൽബാവോനെ ബീറ്റ് ചെയ്യും. ഇനി അടുത്തത് ചാമ്പ്യൻസ് ലീഗ്. ഫൈനലിൽ യുവന്റസിനെ ഫേസ് ചെയ്ത ബാർസ 3-1 ജയിക്കും. ആൻഡ് നെയ്മാർ ഗോളും സ്കോർ ചെയ്യും. അങ്ങനെ ബാർസ ട്രബിൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ കോമ്പറ്റീഷനും നോക്കുവാണെങ്കിൽ MSN 100+ ഗോൾസ് ആണ് സ്കോർ ചെയ്തത്. കഴിഞ്ഞ സീസൺ 15 ഗോൾസ് സ്കോർ ചെയ്ത നെയ്മാർ ഈ സീസൺ 38 ഗോൾസ് സ്കോർ ചെയ്യും. ആൻഡ് ആ സീസണിലെ ചാമ്പ്യൻസ് ലീഗിലും റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഒപ്പം നെയ്മാർ ടോപ്പ് സ്കോറർ ആയിരിക്കും. പക്ഷേ എല്ലാവരും എന്റർടൈൻ ചെയ്തിട്ടും ഇത്രയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടും നെയ്മാറിന് സ്വന്തം ടീമിലെ മെയിൻ മാൻ ആവാൻ പോലും പറ്റിയില്ല. ബാലൻഡോർ റാങ്കിങ്സിലും ഇതേ അവസ്ഥ. മെസ്സി ഫസ്റ്റ്, റൊണാൾഡോ സെക്കൻഡ്, നെയ്മാർ തേർഡ്. ആൻഡ് അടുത്ത സീസൺ ബാർസയുടെ മെയിൻ മാൻ ആവാനുള്ള ചാൻസ് നെയ്മാറിന് കിട്ടി. സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെസ്സി ഇഞ്ചേർഡ് ആവും. ആൻഡ് മെസ്സി ഇഞ്ചേർഡായ ഈ ടൈമിൽ നെയ്മാറാണ് ബാർസയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യണത്. ആ സീസണിലെ ഫസ്റ്റ് എൽ ക്ലാസിക്കോല് നെയ്മാർ ഷൈൻ ചെയ്യും. ആൻഡ് ബാർസ 4-0 ജയിക്കും. മെസ്സി ഇഞ്ചേർഡായ ഈ ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസിലും നെയ്മാർ ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് മെസ്സി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ MSN റീയുണൈറ്റ് ചെയ്തു. ആൻഡ് പിന്നെയും ലാലിഗയും കോപ്പ ഡെൽ റേയും ബാർസ തന്നെ ജയിക്കും. ഈ സീസണിലും നെയ്മാർ ബാർസയ്ക്ക് വേണ്ടി 30+ ഗോൾസ് സ്കോർ ചെയ്യും. പക്ഷേ അഗെയിൻ ബാലൻഡോർ ലിസ്റ്റ് വന്നപ്പോൾ ഇത്തവണ റൊണാൾഡോ ഫസ്റ്റ്, മെസ്സി സെക്കൻഡ്. ബാർസയിൽ നിൽക്കുമ്പോൾ താൻ എന്നും മെസ്സിയുടെ ഷാഡോസിലായിരിക്കും. ആൻഡ് സ്പെയിനിൽ നിൽക്കുമ്പോൾ താൻ എന്നും മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഷാഡോസിലായിരിക്കും. ആഫ്റ്റർ ഓൾ ബാർസ മെസ്സിയുടെ സിറ്റിയാണ്. ആൻഡ് മാഡ്രിഡ് റൊണാൾഡോയുടെയും. ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ബാർസയിലെയും സ്പെയിനിലെയും മെയിൻ മാൻ ആവാൻ പറ്റില്ല എന്നുള്ള കാര്യം നെയ്മാറിന് മനസ്സിലായി തുടങ്ങി. 2016-17 സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ നെയ്മാർ ബാർസയുടെ ഒപ്പം തന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും സൈൻ ചെയ്തു. ഈ സീസണെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആകെ ഒറ്റ മാച്ച് മാത്രമാണ്, ബാർസ വേഴ്സസ് PSG. ഫസ്റ്റ് ലെഗ് PSG 4-0 ജയിക്കും. എല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഈ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞപ്പോൾ ബാർസ എന്തായാലും നോക്ക്ഡ് ഔട്ട് ആവുമെന്ന്. പക്ഷേ ലൂയിസ് എൻറിക്കെ പറഞ്ഞു PSG-ന് 4 ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാർസലോണയ്ക്ക് 6 ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. സെക്കൻഡ് ലെഗ് ക്യാമ്പ് ന്യൂ. സ്വാറേസ് ബാർസയ്ക്ക് ഒരു ഏർലി ലീഡ് കൊടുത്തു. ആൻഡ് ബാർസ ഒരു 3-0 ലീഡ് എടുക്കും. ഇത് കഴിഞ്ഞപ്പോൾ കവാനി PSG-ന് വേണ്ടി സ്കോർ ചെയ്യും. അഗ്രിഗേറ്റ് സ്കോർ 3-5. ആൻഡ് PSG-ന് എവേ ഗോളും. ഈ പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ മാച്ച് നെയ്മാറിന്റെ ആയിരുന്നു, നെയ്മാറിന്റെ മാത്രം. നെയ്മാർ 2 ഗോൾസ് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കളിയുടെ 90th മിനിറ്റിൽ അഗ്രിഗേറ്റ് സ്കോർ 5-5 ആയി. ബാർസയ്ക്ക് വേണ്ടത് 1 ഗോളും കൂടെ. ആൻഡ് കളിയുടെ
ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ നെയ്മാർ ബോക്സിലേക്ക് ഒരു ബോൾ ക്രോസ് ചെയ്യും ആൻഡ് സെർജിയോ റോബർട്ടോ ഫിനിഷ് ചെയ്യും. അഗ്രിഗേറ്റ് സ്കോർ 6-5. UCL ഹിസ്റ്ററിയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കംബാക്ക് എവർ. ലാ റെമോൺടാഡ. ഈ മാച്ച് ബാർസ ജയിക്കാനുള്ള കാരണം നെയ്മാർ ആണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും ആ സീസണിലെ ബാലൻഡോർ റാങ്കിങ്സിൽ നെയ്മാർ പിന്നെയും തേർഡായി. ഒരു സ്ഥലത്തെ മെയിൻ മാൻ ആവാണ്ട് ബാലൻഡോർ ജയിക്കാൻ ഒരിക്കലും പറ്റില്ലെന്ന് നെയ്മാർ ഉറപ്പിച്ചു. ആൻഡ് ഫൈനലി നെയ്മാർ ബാർസ ലീവ് ചെയ്യും. അതും ഒരു വേൾഡ് റെക്കോർഡ് ഫീന് 222 മില്യൺ. കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി ഇതിന് മുമ്പത്തെ വേൾഡ് റെക്കോർഡ് ഫീ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോൾ പോഗ്ബയ്ക്ക് വേണ്ടി പേ ചെയ്ത് 89 മില്യൺ ആണ്. ആൻഡ് ഇപ്പോ PSG നെയ്മാറിന് വേണ്ടി 222 മില്യൺ പേ ചെയ്യണം. ആൻഡ് സത്യം പറഞ്ഞാൽ നെയ്മാറിന്റെ ടാലന്റ് ഫ്രഞ്ച് ലീഗിനെക്കാട്ടും മേളിലായിരുന്നു. ട്രിക്സ്, ഫ്ലിക്സ്, പെനാൾട്ടീസ്, ഫ്രീ കിക്ക്, ലോങ് റേഞ്ച് ഗോള്, സോളോ ഗോള്, ഇതെല്ലാം നെയ്മാറിന് ഉണ്ടായിരുന്നു. ആൻഡ് നെയ്മാറിന് വേണ്ടത് നെയ്മാറിനെ കിട്ടി. സ്വന്തം ടീമിലെ മെയിൻ മാൻ മാത്രമല്ല, ഫുൾ ലീഗിന്റെ തന്നെ പോസ്റ്റർ ബോയ്. ബാലൻഡോർ ജയിക്കാൻ ഇനി നെയ്മാറിന് വേണ്ടത് ട്രോഫീസ് മാത്രമായിരുന്നു. ആൻഡ് നെയ്മാറിന്റെ PSG പ്ലാൻസ് പോലെ എല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 വരെ. കാരണം റൗണ്ട് ഓഫ് 16 PSG റയൽ മാഡ്രിഡിനെ ഫേസ് ചെയ്തു ആൻഡ് നെയ്മാർ റൊണാൾഡോനെ ഫേസ് ചെയ്തു. PSG ചാമ്പ്യൻസ് ലീഗ് ജയിക്കണമെങ്കിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കണമായിരുന്നു. ആൻഡ് നെയ്മാറിന് ബാലൻഡോർ ജയിക്കണമെങ്കിൽ റൊണാൾഡോനെ തോൽപ്പിക്കണമായിരുന്നു. ഇത് രണ്ടും നടന്നില്ല. ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും റൊണാൾഡോ 3 ഗോൾസ് സ്കോർ ചെയ്ത് റയൽ മാഡ്രിഡ് ഒരു 5-2 അഗ്രിഗേറ്റിന് PSG നോക്കൌട്ട് ചെയ്യും. സെക്കൻഡ് ലെഗ് നെയ്മാർ ഇഞ്ചുറി കാരണം കളിച്ച പോലുമില്ല. ആൻഡ് ഇത് നെയ്മാറിന്റെ PSG കരിയറിലെ ഒരു കോമൺ തീമായിരുന്നു. സീസണിലെ ഇമ്പോർട്ടന്റ് മാച്ചസ് വരുമ്പോൾ നെയ്മാർ ഇഞ്ചേർഡ് ആവും. അടുത്ത സീസൺ PSG വേണ്ടി 26 ഗെയിംസ് ആണ് നെയ്മാർ മിസ് ചെയ്യണത് ഇഞ്ചുറീസ് കാരണം. നെയ്മാർ എപ്പോഴും ഇഞ്ചേർഡ് ആവണേ കൊണ്ട് PSG ഫാൻസും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. സ്പോർട്സ് ഹെഡ്ലൈൻസിൽ വന്നുകൊണ്ടിരുന്ന നെയ്മാർ ഇപ്പോ മീം പേജസിൽ വരാൻ തുടങ്ങി. നെയ്മാറിന്റെ ഇഞ്ചുറീസ് കാരണം PSG ബോർഡ് അവരുടെ അടുത്ത സൂപ്പർ സ്റ്റാറിനെ സൈൻ ചെയ്യും, കിലിയൻ എംബാപ്പെ. നെയ്മാറിന് ഇഞ്ചുറീസ് കാരണം കളിക്കാൻ പറ്റാത്ത ഇമ്പോർട്ടന്റ് മാച്ചസിൽ എംബാപ്പെ PSG മാച്ച് വിന്നർ ആവും. അങ്ങനെ 2021 ആയപ്പോ ആരുടെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവാനാണോ നെയ്മാർ ബാർസ ലീവ് ചെയ്തത്, ആ സെയിം വ്യക്തി PSG വരും. 2021 PSG ബാർസയുടെ കയ്യിൽ നിന്ന് ലയണൽ മെസ്സിനെ സൈൻ ചെയ്യും. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ മെസ്സി, എംബാപ്പെ, നെയ്മാർ ഫ്രണ്ട് ത്രീ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ നെയ്മാറിന് മെയിൻ മാൻ പോയിട്ട് സെക്കൻഡ് മാൻ പോലും ആവാൻ പറ്റണ്ടായിരുന്നില്ല. ഈ സീസണിൽ പിന്നെയും റയൽ മാഡ്രിഡിനെ PSG റൗണ്ട് ഓഫ് 16 ഫേസ് ചെയ്യും. ആൻഡ് പിന്നെയും റയൽ മാഡ്രിഡ് PSG നോക്കൌട്ട് ചെയ്യും. ഇനി നെയ്മാറിനുള്ളത് ഒരേ ഒരു ചാൻസ് മാത്രമായിരുന്നു, 2022 വേൾഡ് കപ്പിലെ ഏറ്റവും ഫസ്റ്റ് ഗെയിമിൽ തന്നെ നെയ്മാർ ഇഞ്ചേർഡ് ആവും. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് ബ്രസീല് നോക്കൌട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ നെയ്മാർ ഈ ഇഞ്ചുറിന്ന് റിട്ടേൺ ചെയ്യും. ആൻഡ് സൗത്ത് കൊറിയ ആയിട്ടുള്ള മാച്ചിൽ നെയ്മാർ ആ വേൾഡ് കപ്പിലെ തന്റെ ഏറ്റവും ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യും. എക്സ്ട്രാ ടൈമിലേക്ക് പോയ ക്രൊയേഷ്യ ആയിട്ടുള്ള ക്വാർട്ടർ ഫൈനലിൽ നെയ്മാർ ഒരു ട്രേഡ് മാർക്ക് ഗോൾ സ്കോർ ചെയ്യും. ആൻഡ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തു ഈ ഗോളായിരിക്കും വിന്നിംഗ് ഗോൾ എന്ന്. ക്രൊയേഷ്യ ഈക്വലൈസ് ചെയ്യും, കളി പെനാൽറ്റീസിലേക്ക് പോകും ആൻഡ് ബ്രസീൽ എലിമിനേറ്റഡ് ആവും. ഞാൻ ഈ മാച്ച് കണ്ടിട്ട് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. കാരണം നെയ്മാറിന്റെ ആ ഗോളായിരുന്നു വിന്നിംഗ് ഗോൾ ആവേണ്ടത്. ആൻഡ് സെമി ഫൈനലിൽ ബ്രസീൽ വേഴ്സസ് അർജന്റീന, നെയ്മാർ വേഴ്സസ് മെസ്സി, അങ്ങനത്തെ ഒരു മാച്ച് ആയിരുന്നു വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. വേൾഡ് കപ്പ് ഡിസപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് നെയ്മാർ തിരിച്ച് PSG ആൻഡ് എഗെയിൻ നെയ്മാർ ഇഞ്ചേർഡ് ആവും. ആൻഡ് ഈ ഇഞ്ചുറി കാരണം പിന്നെ സീസണിൽ ഒരു മാച്ച് പോലും നെയ്മാർ കളിക്കില്ല. 2022 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആയപ്പോൾ PSG നെയ്മാറിനോട് ഗുഡ് ബൈ പറഞ്ഞു. നെയ്മാറിനെ സൈൻ ചെയ്യാൻ പല യൂറോപ്യൻ ക്ലബ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും നെയ്മാർ റൊണാൾഡോയുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യും ആൻഡ് യൂറോപ്പ് ലീവ് ചെയ്ത് സൗദിയിലെ അൽ ഹിലാൽ FC ആയിട്ട് സൈൻ ചെയ്യും. അൽ ഹിലാൽ FCക്ക് വേണ്ടി നെയ്മാർ കളിക്കുന്നത് ആകെ 3 ഗെയിംസ് ആണ്. ഗ്രേറ്റ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് 2025 നെയ്മാർ തിരിച്ച് സാന്റോസിലേക്ക് റിട്ടേൺ ചെയ്യും. നെയ്മാറിന് ഇപ്പോൾ പ്രായം 33 വയസ്സ് മാത്രമാണ്. ഇതേ സെയിം ഏജില് റൊണാൾഡോയും മെസ്സിയും ബാലൻഡോർസ് ജയിച്ചായിരുന്നു. നെയ്മാർ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തിട്ടും ബാലൻഡോർ ജയിക്കാത്തത് കൊണ്ട് നെയ്മാർ ഫെയിൽ ചെയ്തു എന്ന് കുറെ പേര് പറയും. കാരണം ഇവര് നെയ്മാറിനെ കമ്പയർ ചെയ്യണത് റൊണാൾഡോയും മെസ്സിയുമായിട്ടാണ്. ചിലപ്പോൾ നെയ്മാറിന് വേണ്ടത് ഇതൊന്നും ആയിരുന്നില്ലെങ്കിലോ നെയ്മാർ കമ്പാരിസൺസ് ഒന്നും ഇല്ലാണ്ട്
തൻ്റെ ഫുട്ബോൾ എൻജോയ് ചെയ്ത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച ഒരു പ്ലെയർ ആയിരുന്നെങ്കിലോ? ആൻഡ് നെയ്മാർ ഫെയിൽ ചെയ്തു നമ്മൾ പറയാൻ കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻസ് മാത്രമാണെങ്കിലോ? എന്താണ് നെയ്മാറിന്റെ കരിയറിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നെയ്മാർ ഫുട്ബോൾ ഫാൻ അല്ലാത്ത ഒരാളെ ഫുട്ബോൾ ഫാൻ ആക്കണ ഒരു പ്ലെയറാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ എന്ന ബ്യൂട്ടിഫുൾ ഗെയിമിന്റെ ഒരു ബ്യൂട്ടിഫുൾ അംബാസിഡർ. അതാണ് നെയ്മാർ ഡ സിൽവ സാന്റോസ് ജൂനിയർ.